9th സ്റ്റാൻഡേർഡിലെ പ്രിസം എന്നുള്ള ചാപ്റ്ററിലെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 203 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ദ ബേസ് ഓഫ് എ പ്രിസം ഈസ് എൻ ഈക്വലാറ്റർ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 12 cm ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 5 cm. വാട്ട് ഈസ് ഇറ്റ്സ് ടോട്ടൽ സർഫേസ് ഏരിയ? ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ബേസ് ആയിട്ടുള്ള പ്രിസം ഉള്ളത്. അതിൻ്റെ ഫിഗർ ഏകദേശം വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനെ വരും അല്ലേ? ഒരു ഈക്വൽ ട്രയാങ്കിൾ ബേസ് ആയിട്ടുള്ളത് വരൊക്കെ ഉളഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം നമുക്ക് ഇങ്ങനെയൊന്ന് വായിക്കാം. ഓക്കെ ഓക്കെ ഞാനൊരു പ്രിസം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കണം. ഇപ്പോൾ ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ ലാറ്ററൽ സർഫേസ് ഏരിയ, ചുറ്റുമുള്ള 3 സൈഡ്സ് ഉണ്ടാവുമല്ലോ, ലാറ്ററൽ ഫേസസ്, അതിൻ്റെ ഏരിയയുടെ കൂടെ മുകളിലും താഴെയുമുള്ള ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും കൂടിയും ചേരുമ്പോഴാണ് ടോട്ടൽ സർഫേസ് ഏരിയ വരിക അല്ലേ? നമുക്ക് ആദ്യം ലാറ്ററൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കാം. ലാറ്ററൽ സർഫേസ് ഏരിയ എന്താ? ഇക്വേഷൻ എന്താ? ലാറ്ററൽ സർഫേസ് ഏരിയ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് പെരിമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 12 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ബേസിൻ്റെ പെരിമീറ്റർ 12 ആണ്. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് 5 ആണ്. അപ്പോൾ എന്ത് വരും? 12 × 5 60 cm² വരും. അപ്പോൾ ലാറ്ററൽ സർഫേസ് ഏരിയ 60 cm² കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ ബേസ് ഏരിയ കണ്ടുപിടിക്കണം. ബേസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? ഈക്വൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് അതിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താ? √3a²/4 ആണ് അല്ലേ? √3a²/4 ആണ്. അപ്പോൾ നമുക്ക് എ അറിയണം, സൈഡ് അറിയണം. ഇതിൻ്റെ പെരിമീറ്റർ 12 ആണ്. അപ്പോൾ ഒരു ബേസ് എഡ്ജ് ഓഫ് പ്രിസത്തിൻ്റെ ഒരു സൈഡ് എന്താ വരിക? 12/3 4 വരും. അപ്പോൾ നമ്മൾ ഏരിയയിൽ ഇക്വേഷൻ ഏരിയയുടെ ഇക്വേഷൻ കൊടുക്കുമ്പോൾ √3a²/4 എന്ത് വരും? √3 4 × 4/4 എന്ന് വരും. ഈ 4ഉം 4ഉം കട്ട് ചെയ്ത് പോവും. ബാക്കി എന്ത് വരും? 4 √3 എന്ന് വരും. ഓക്കെ, ഇതാണ് ഒരു ബേസ് ഏരിയയുടെ താഴെയുള്ള ബേസിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇങ്ങനെ മുകളിലും താഴെയുണ്ട്. ഓക്കെ, മുകളിലുണ്ട് താഴെയുണ്ട്. അപ്പോൾ ടോട്ടൽ സർഫേസ് ഏരിയ എന്ത് വരിക? എന്ത് ചെയ്താൽ മതി? ഈ ലാറ്ററൽ സർഫേസ് ഏരിയ 60 cm² അല്ലേ? അതിൻ്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യണം? 60 cm² കൂടെ ഈ √3 പ്ലസ് 4 √3 പ്ലസ് 4 √3 അപ്പോൾ 60 + 8 √3 cm² ആണ് ഇതിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ വരിക. നമുക്ക് വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ √3 വാല്യൂ കൊടുത്തിട്ട് ചെയ്യാം. ഞാൻ തൽക്കാലം ഇങ്ങനെ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.